ഹലോ ഓൾ. അങ്ങനെ പാഠം 1, 2, 3 കഴിഞ്ഞ് പാഠം 4 എത്തിയിരിക്കുകയാണ്. ഇന്നും മലയാളത്തിൻ്റെ പല മേഖലകളിൽ നിന്നായിട്ട് 5 ക്വസ്റ്റ്യൻസ് വീതം നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ കണ്ട് വന്നിട്ട് മാത്രം ആ പാഠം 4 കടക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ അർത്ഥമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തെ അർത്ഥം എന്താ കൊടുത്തിരിക്കുന്നത്? നനന്ദ. എന്താണ് നനന്ദ എന്നാൽ? നാത്തൂൻ എന്നാണ് അർത്ഥം. എന്താണ്? നനന്ദ എന്നാൽ നാത്തൂൻ എന്നാണ് അർത്ഥം. ഇനി ദ്വാന്തം. ദ്വാന്തം എന്ന് കരുതിയാൽ എന്താണ്? ഇരുട്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ദ്വാന്തം ഇരുട്ട്. നനന്ദ എന്താണ്? നാത്തൂൻ. സാമജം. സാമജം എന്നാൽ ആന എന്നാണ്. എന്താണ്? സാമജം എന്നാൽ എന്താണ്? ആന. അടുത്തത് നോക്കാം, തുരങ്കം. തുരങ്കം എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ സാധാ തുരങ്കമാണോ? അല്ല, കുതിര എന്നാണ് അർത്ഥം. എന്താണ്? തുരങ്കം എന്നാൽ കുതിര. കമഠം. കമഠം എന്ന് വെച്ചാൽ എന്താണ്? ആമ. ഏതാണ്? ആമ. ഓക്കെ, അപ്പം 5 അർത്ഥങ്ങൾ മനസ്സിലായല്ലോ. ഒന്നെന്താണ്? നനന്ദ എന്നാൽ നാത്തൂൻ. സ്വന്തമായിട്ടൊന്ന് പറഞ്ഞു നോക്കുക. അടുത്ത ദ്വാന്തം എന്താണ്? ഇരുട്ട്. സാമജം എന്താണ്? ആന. തുരങ്കം എന്താണ്? കുതിര. കമഠം എന്താണ്? ആമ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം, അർത്ഥവ്യത്യാസം. അർത്ഥവ്യത്യാസത്തിൽ നമ്മൾ ഇനി പെയറായിട്ടായിരിക്കും പഠിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ അർത്ഥവ്യത്യാസം നോക്കാം. മനം. മനം എന്നാൽ എന്താണ്? മനസ്സ് എന്നാണ് അല്ലേ. അപ്പം മാനം എന്നാൽ എന്തായിരിക്കും അർത്ഥം? നമ്മൾ മാനത്തോട്ട് നോക്കുക എന്നൊക്കെ പറയത്തില്ലേ? എന്താണ്? ആകാശം. അതുപോലെ തന്നെ അഭിമാനം എന്നും അർത്ഥമുണ്ട്. എന്താണ്? ആകാശം എന്നും അഭിമാനം എന്നും അർത്ഥമുണ്ട്. ക്ലിയർ ആയല്ലോ? മാനവും മനവും. രണ്ടാമത്തതാണ് ദേഹം. ദേഹം എന്ന് വെച്ചാൽ എന്താണ്? ശരീരം. ഇനി എന്താണ് ദേഹി എന്ന് വെച്ചാൽ? ദേഹി എന്ന് വെച്ചാൽ ആത്മാവ് എന്നാണ് അർത്ഥം. എന്താണ്? ആത്മാവ്. അടുത്ത നോക്കാം, മുകുരം. എന്താണ് മുകുരം? മുകുരത്തിലേക്ക് നോക്കൂ, എന്താണെന്ന് വെച്ചാൽ കണ്ണാടിയിലേക്ക് നോക്കൂ എന്നാണ്. ഓക്കെ, മുകുരം എന്നാൽ എന്താണ്? കണ്ണാടി എന്നാണ് അർത്ഥം. അപ്പം മുകുളം എന്നാലോ? മുകുളം എന്നാൽ മൊട്ട് എന്നാണ് അർത്ഥം. ഓക്കെ, മുകുരം എന്താണ്? കണ്ണാടി. മുകുളം എന്താണ്? മൊട്ട്. ഓക്കെ, അടുത്തത് നോക്കാം, കുന്തം. കുന്തത്തിൻ്റെ എന്താ നോക്കുക. ഓക്കെ, ഈ കുന്തമാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? മുല്ല എന്നാണ് അർത്ഥം. മാറിപ്പോവരുത്. ഈ കുന്തമാണെങ്കിലാണ് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ആയുധത്തിൻ്റെ പേരിൽ വരുന്നത്. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമ്മൾ പറയുന്ന ആ ഒരു ആയുധത്തിൻ്റെ പേരിൽ വരുന്നത്. ഓക്കെ, ഈ കുന്തം എന്താണ്? മുല്ല എന്നാണ് അർത്ഥം. ഇതാണ് എന്ത്? ഒരു ആയുധം എന്ന് അർത്ഥം വരുന്നത്. അവസാനത്ത് നോക്കാം, രുധിരം. രുധിരം എന്ന് വെച്ചാൽ എന്താണ്? രക്തം. അറിഞ്ഞൂടാത്തവർ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. രുധിരം എന്നാൽ എന്താണ്? രക്തം എന്നാണ്. ഇനി രുചിരം എന്നാൽ എന്താണ്? മനോഹരം എന്നാണ് അർത്ഥം. എന്താണ്? മനോഹരം എന്നർത്ഥം വരുന്ന ഏതാണ്? രുചിരം ആണ്. രുധിരം അർത്ഥം വരുന്ന എന്താണ്? രക്തം എന്നാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കൂ. മനം മനസ്സ്, മാനം ആകാശം, അഭിമാനം. ദേഹം എന്താണ്? ശരീരം. ദേഹി എന്താണ്? ആത്മാവ്. മുകുരം എന്താണ്? കണ്ണാടി. മുകുളം എന്താണ്? മൊട്ട്. കുന്തം എന്താണ്? മുല്ല. ഇനി കുന്തം എന്താണ്? ഒരു ആയുധമാണ്. രുധിരം എന്നാൽ രക്തമെന്നും രുചിരം എന്നാൽ മനോഹരം എന്നുമാണ് അർത്ഥം. ക്ലിയർ ആയല്ലോ. അടുത്തത് വിപരീത പദം. നിങ്ങളിത് കേട്ടിട്ട് ഒന്ന് എഴുതിയെടുക്കുക. എഴുതിയെടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് ക്ലിയർ ആയിക്കോളും കേട്ടോ. ഇനി വിപരീത പദം നോക്കാം. എന്താണ് ആദ്യത്തെ വിപരീത പദം? രാഗം. രാഗത്തിൻ്റെ വിപരീതം എന്താണ്? ദ്വേഷം. എന്താണ്? ദേശം. ദേശമല്ല, ദ്വേഷം. ഓക്കെ, രാഗം, ദ്വേഷം എഴുതിയെടുക്കുക. അതുപോലെ സൗന്ദര്യം. സൗന്ദര്യത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? വൈരൂപ്യം എന്നാണ്. ഓക്കെ, നമുക്ക് അറിയാവുന്ന വേറെ വാക്കുകളൊക്കെ കൂടെ തരും, അത് മാറിപ്പോവരുത്. സൗന്ദര്യത്തിൻ്റെ വിപരീത പദം എന്താണ്? വൈരൂപ്യം എന്നാണ്. ഓക്കെ, ഭംഗി. ഭംഗിയുടെ അറിയാലോ, ആ ഭംഗിയാണ്. ഇനി കയ്പിൻ്റെ അറിയാം, മധുരമാണ് അല്ലേ. ഇനി അടുത്തതാണ് ദുർവ്യയം. ദുർവ്യയത്തിൻ്റെ എന്താണ്? മിതവ്യയം എന്നാണ് അർത്ഥം. ഓപ്പോസിറ്റ് വരുന്നത്. ഓക്കെ, ദുർവ്യയം എന്താണ്? മിതവ്യയം ആണ്. ക്ലിയർ ആയല്ലോ.
അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മളെ പര്യായ പദം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലും 5 പര്യായ പദങ്ങൾ പരിചയപ്പെടും. മുമ്പ് പഠിച്ച പര്യായ പദങ്ങൾ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം ഈ ഒരു പര്യായ പദം നോക്കുക. മുമ്പുള്ള ക്ലാസ്സിലുള്ള വീഡിയോസിലുള്ള പര്യായ പദങ്ങളൊക്കെ നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടാവും അല്ലേ? അത് കണ്ടതിന് ശേഷം നല്ലതുപോലെ ഒന്നുകൂടെ റിവൈസ് ചെയ്തതിന് ശേഷം മാത്രം അടുത്തതിലോട്ട് നോക്കുക. കാരണം ഇവിടെയാണ് എല്ലാവർക്കും ഒരു തെറ്റിക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്നത്. സോ ഇത് നല്ലതുപോലെ ശ്രദ്ധിച്ച് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഓക്കെ, ആദ്യത്തെ നോക്കാം. നിലാവ്. നിലാവിൻ്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? ചന്ദ്രിക, അതറിയാം. ചന്ദ്രിക എന്താണ്? നിലാവാണ്. അടുത്തെന്താണ്? ജ്യോത്സ്ന. ജ്യോത്സ്ന എന്ന് വെച്ചാൽ എന്താണ്? അതും നിലാവാണ്. കൗമുദി. കൗമുദി എന്ന് വെച്ചാൽ നിലാവാണ്. ചന്ദ്രകാന്തി. ചന്ദ്രകാന്തി എന്ന് വെച്ചാൽ എന്താണ്? നിലാവാണ്. അപ്പം നിലാവിൻ്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? ചന്ദ്രിക, ജ്യോത്സ്ന, കൗമുദി, ചന്ദ്രകാന്തി. ഓക്കെ, രണ്ടാമത് നോക്കാം. പക്ഷി. പക്ഷിയുടെ അത് കുറേ പര്യായ പദങ്ങൾ വരുന്നുണ്ട്. എല്ലാം പഠിച്ചു വെച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ആദ്യത്തേതാണ് ഗഗം. ഗഗം, ദ്വിജം, ശകുന്തം, വിഹഗം, പതംഗം, നീഡജം, പദത്രി. എല്ലാം ഇച്ചിരി സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ്. അതുകൊണ്ട് ആദ്യമൊക്കെ ഇച്ചിരി ഒരു ഓർത്തിരിക്കാൻ പാട് കാണും. ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചിരിക്കുക. ഓക്കെ, 3-4 വട്ടമൊക്കെ വായിച്ചു കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ക്ലിയർ ആയിക്കോളും. എന്തൊക്കെയാണ് പക്ഷിയുടേത് വരുന്നത്? ഖഗം, ദ്വിജം, ശകുന്തം, വിഹഗം, പതംഗം, നീഡജം, പദത്രി. ഓക്കെ, അടുത്ത നോക്കാം. ചന്ദനം. ചന്ദനത്തിൻ്റെ എന്തൊക്കെയാണ് വരുന്നത്? കളഭം. കളഭം ഓർക്കുക അല്ലേ? അതുപോലെ അടുത്തതാണ് മാലേയം, ഗന്ധസാരം, പാടീരം, മലയജം. ഓക്കെ, ഒന്നുകൂടെ പറയാം. കളഭം, മാലേയം, ഗന്ധസാരം, പാടീരം, മലയജം. ഓക്കെ, ഇതൊക്കെ പഠിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണേ, പാടാമെന്ന് പറഞ്ഞ് വിട്ട് കളയരുത്. ഓക്കെ, അപ്പം അടുത്ത് നോക്കാം. തത്ത. തത്ത ഏതൊക്കെ വരുന്നുണ്ട്? ശുഖം. ശുഖം എന്നാൽ എന്താണ്? തത്ത എന്നാണ് അർത്ഥം. കീരം. കീരം, ശാരിക. ശാരിക ഓർക്കാമല്ലോ, ശാരിക. പിന്നെന്താണ്? കീരം. കീരം എന്ന് വെച്ചാൽ എന്താണ്? തത്ത എന്നാണ് അർത്ഥം വരുന്നത്. ശുഖം. ശുഖം എന്നാൽ എന്താണ്? തത്ത തന്നെയാണ്. ഓക്കെ, ശുഖം, കീരം, ശാരിക. അടുത്ത കുറച്ച് ഈസി ആയിട്ടുള്ളതാണ് വീതി. വീതിയിൽ എന്തൊക്കെ വരുന്നുണ്ട്? പാത വരുന്നുണ്ട്, വഴി വരുന്നുണ്ട്, മാർഗം വരുന്നുണ്ട്. പിന്നെ വരുന്നത് എന്താണ്? സരണിയാണ്. അതും കൂടെ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, പാത, വഴി, മാർഗം, സരണി. ക്ലിയർ ആയല്ലോ? ഇത്രയാണ് പര്യായ പദങ്ങൾ. എഴുതി വെച്ച് പഠിക്കുക. അടുത്ത് നമ്മൾ പഴഞ്ചൊല്ലിലേക്ക് പോവുകയാണ്. ആദ്യത്തെ പഴഞ്ചൊല്ല് ഇതാണ്. കൂടെ കിടന്നവനെ രാപ്പനി അറിയൂ. എന്താണ്? കൂടെ കിടന്നവനെ രാപ്പനി അറിയൂ. രാപ്പനെ അല്ല, രാപ്പനി. രാത്രിയുള്ള പനിയില്ലേ, രാപ്പനി അറിയൂ. എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത്? ആ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം വരുന്നത് ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം കൂടെയുള്ളവർക്കേ അറിയൂ എന്നാണ് അതിൻ്റെ അർത്ഥം. കുഴപ്പിക്കാനായിട്ട് വേറെ വേറെ അർത്ഥങ്ങൾ വരും, അതിലൊന്നും വീണു പോകരുത്. യഥാർത്ഥ അർത്ഥം ഏതാണ്? ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം കൂടെയുള്ളവർക്കേ അറിയൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? രണ്ടാമത്തെ നോക്കാം. അതിമോഹം ചക്രം ചവിട്ടും. അതിമോഹം അതായത് അത്യാഗ്രഹം ആപത്ത് വരുത്തി വയ്ക്കും. അതാണ് അതിൻ്റെ ആ ഒരു അർത്ഥം വരുന്നത്. ഓക്കെ, അതിമോഹം ചക്രം ചവിട്ടും എന്നാൽ എന്താണ്? അത്യാഗ്രഹം ആപത്ത് വരുത്തി വയ്ക്കും. ഓക്കെ, അടുത്തത് നോക്കാം. അന്നു തീരാത്ത പണി കൊണ്ട് അന്തിയാക്കരുത്. അന്നു തീരാത്ത പണി കൊണ്ട് അന്തിയാക്കരുത് എന്നാൽ എന്താണ്? കൂടുതൽ കഷ്ടപ്പെടുത്തരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. അന്ന് തീരാത്ത പണി കൊണ്ട് അന്തിയാക്കരുത് എന്ന് വെച്ചാൽ എന്താണ്? കൂടുതൽ കഷ്ടപ്പെടുത്തരുത്. അടുത്ത നോക്കാം. 1000 കണ്ണു പൊട്ടിച്ചേ അരവൈദ്യനാകൂ. എന്താണ്? പരിചയ സമ്പത്തിലൂടെയേ പ്രഗത്ഭനാകൂ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. എന്താണ്? പരിചയ സമ്പത്തിലൂടെയേ പ്രഗത്ഭനാകൂ. അതിൻ്റെ പഴഞ്ചൊല്ല് എന്താണ്? 1000 കണ്ണു പൊട്ടിച്ചേ അരവൈദ്യനാകൂ. ഓക്കെ, അടുത്തത് ഇരിക്കും മുമ്പ് കാല് നീട്ടരുത്. ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്താണ്? ഏത് കാര്യവും വേണ്ടത്ര ശ്രദ്ധയോടും ഒരുക്കത്തോടെയും ചെയ്യണം എന്നാണ് അതിൻ്റെ ആ ഒരു അർത്ഥം. ഇരിക്കും മുമ്പ് കാല് നീട്ടരുത്. പഴഞ്ചൊല്ല് ക്ലിയർ ആയല്ലോ? കുറച്ച് ഈസി ആയിട്ട് തോന്നി അല്ലേ? പഴഞ്ചൊല്ല് അങ്ങനെ 5 എണ്ണം കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് നമ്മൾ ശൈലികളിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ശൈലികൾ നോക്കാം. ശൈലികൾ ആദ്യത്തെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ത്രിശങ്കു സ്വർഗം. ത്രിശങ്കു സ്വർഗം എന്ന ശൈലി ഉപയോഗിക്കുന്നത് ഏതർത്ഥത്തിലാണ്? അങ്ങുമിങ്ങുമില്ലാത്ത അവസ്ഥ. ആ ഒരു അർത്ഥത്തിലാണ് ത്രിശങ്കു സ്വർഗം എന്ന ശൈലി ഉപയോഗിക്കുന്നത്. ഇത് കുറേ കേട്ടിട്ടുണ്ടാവും അല്ലേ? ത്രിശങ്കു സ്വർഗം, അങ്ങുമിങ്ങുമില്ലാത്ത അവസ്ഥയാണ് ത്രിശങ്കു സ്വർഗം എന്ന് പറയുന്നത്.
ഇനി വേലി തന്നെ വിളവ് തിന്നുക. വേലി തന്നെ വിളവ് തിന്നുക എന്ന് വെച്ചാൽ എന്താണ്? സൂക്ഷിപ്പുകാരൻ തന്നെ നശിപ്പിക്കുക എന്നതാണ് ആ ഒരു ശൈലി കൊണ്ട് പറയുന്നത്. ഏതാണ്? വേലി തന്നെ വിളവ് തിന്നുക. എന്താണ്? സൂക്ഷിപ്പുകാരൻ തന്നെ നശിപ്പിക്കുക എന്നതാണ് ആ ശൈലി. അടുത്ത ഒരു ശൈലി നോക്കാം, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എന്താണ്? കേമദ്രുമയോഗം. എന്താണ്? കേമദ്രുമയോഗം എന്നാൽ എന്താണ്? വലിയ ദൗർഭാഗ്യം എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ദൗർഭാഗ്യമാണേ, വലിയ ദൗർഭാഗ്യം എന്ന് വെച്ചാൽ എന്താണ്? കേമദ്രുമയോഗം. ഓക്കെ, അടുത്ത് നോക്കാം കാലുവാരുക. അതെല്ലാവർക്കും അറിയാം, ചതിക്കുക അല്ലേ? കാലുവാരുക എന്നാൽ എന്താണ്? ചതിക്കുക. അടുത്ത് നോക്കാം കുംഭകോണം. കുംഭകോണം എന്ന് വെച്ചാൽ എന്താണ്? അഴിമതി എന്നാണ് അർത്ഥം വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ശൈലി ഉപയോഗിക്കുന്നത് അഴിമതി എന്ന ആ ഒരു അർത്ഥത്തിലാണ്. എന്താണ്? കുംഭകോണം. ഓക്കെ, അടുത്ത നോക്കാം, കടങ്കഥകളിലോട്ട് പോകാം. ആദ്യത്തെ കടങ്കഥ ചോദിക്കുകയാണ്. ആദ്യം പൊന്തി പൊന്തി പിന്നെ തൂങ്ങി തൂങ്ങി. എന്താണ്? വാഴക്കൊല ആദ്യമേ നീളത്തിൽ മുകളിലോട്ട് കിളിച്ചു വരും, എന്നിട്ട് എന്ത് ചെയ്യും? വെയിറ്റ് ആകുമ്പോഴത്തേക്ക് താഴോട്ടാവും അല്ലേ? അതാ പറയുന്നത് ആദ്യം പൊന്തി പൊന്തി പിന്നെ തൂങ്ങി തൂങ്ങി. എന്താണ്? വാഴക്കുലയാണ്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. ഇനി രണ്ടാമത്തെ നോക്കാം. ആദ്യം കുന്തം പിന്നെ കുഴൽ പിന്നെ കൊടി. എന്താണ്? ആദ്യം ഇങ്ങനെ നേരെ ഒരു ഇത് വരും അല്ലേ? പിന്നെന്താവും? ഒരു കുഴൽ പോലെ ആ ഒരു രീതിയിലാവും. പിന്നെന്താവും? പിന്നെ കൊടി, അതിനകത്ത് എന്താ വരും? ഇലയൊക്കെ വരും. അതാണ് പറയുന്നത് എന്ത്? വാഴ ഇലയാണ് ആ ഒരു കടങ്കഥ കൊണ്ട് പറയുന്നത്. ഓക്കെ, ആദ്യം കുന്തം പിന്നെ കുഴൽ പിന്നെ കൊടി. ഏതാണ്? വാഴയിലയാണ്. അടുത്ത നോക്കാം, ഇരുട്ടുകോരി വെയിലത്തിട്ടു. ഇരുട്ടുകോരി വെയിലത്തിട്ടു എന്ന് വെച്ചാൽ അർത്ഥം വരുന്നത് എന്താണ്? എള്ള് എന്നാണ് അർത്ഥം. ഓക്കെ, എള്ള് എന്നതിൻ്റെ ആ ഒരു ആൻസറാണ് എന്താ? അതിൻ്റെ ചോദ്യമാണ് ഇരുട്ടുകോരി വെയിലത്തിട്ടു. ഇരുട്ട്, എള്ള് കറുത്തിരിക്കുകയല്ലേ, ഇരുട്ടുകോരി വെയിലത്തിട്ടു. അടുത്ത് നോക്കാം, ആനയെ തളയ്ക്കാൻ തടിയുണ്ട് ജീരകം പൊതിയാൻ ഇലയില്ല. ഇതെല്ലാം നമ്മൾ കുട്ടിക്കാലത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ? എന്താണ്? പുളിമരമാണ് അതിൻ്റെ ആൻസർ. ആനയെ തളയ്ക്കാൻ തടിയുണ്ട് ജീരകം പൊതിയാൻ ഇലയില്ല. അടുത്ത അവസാനത്തെ നോക്കാം, ഇലയില്ല പൂവില്ല കായില്ല കരിവള്ളി. എന്താണ്? തലമുടിയാണ്. ഇലയും ഇല്ല പൂവും ഇല്ല കായും ഇല്ല, പക്ഷെ എന്താണ്? കരിവള്ളിയാണ് അല്ലേ? എന്താണ്? തലമുടി. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതൊക്കെ എഴുതി വെച്ചിരിക്കുക. അടുത്തതാണ് എതിർലിംഗം. എതിർലിംഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ആദ്യത്തെ എന്താണ്? തമ്പി. തമ്പി എളുപ്പമല്ലേ? തങ്കച്ചി. തമ്പി തങ്കച്ചി. ഇനി താതൻ. താതൻ എന്ന് വെച്ചാൽ താതച്ചി എന്നാണ് വരുന്നത് എതിർലിംഗം. താതൻ എന്താണ്? താതച്ചി. മൂന്നാമത്തെ നോക്കാം, ദ്വിജൻ. ദ്വിജൻ വരുമ്പം ദ്വിജ, ഈ ഇൻ അങ്ങ് വെട്ടിപ്പോയി. ഓക്കെ, ദ്വിജ, ദ്വിജൻ, ദ്വിജ. ഓക്കെ, അടുത്തതാണ് ഇടയൻ. ഇടയൻ്റെ എന്താണ്? ഇടയത്തി. അതെല്ലാവർക്കും അറിയായിരിക്കും. ഇനി ഗണകൻ. ഗണകൻ്റെയും ഓപ്ഷൻസ് വരുമ്പം ഗണിക എന്നും ഗണകി എന്നും ഒക്കെ ചോദിച്ചിട്ടുണ്ട് മുമ്പ്. വീണു പോകരുത് ആ ഒരു ആൻസറിലൊന്നും. നമ്മൾ ഇന്നങ്ങ് വെട്ടി പറഞ്ഞാൽ മതി. എന്താണ്? ഗണക. ഓക്കെ, ഗണകൻ എന്താണ്? ഗണകയാണ്. അതുപോലെ ദ്വിജൻ എന്താണ്? ദ്വിജയാണ്. ഓക്കെ, മാറിപ്പോകരുതേ. ഇടയൻ എന്താണ്? ഇടയത്തി. തമ്പി തങ്കച്ചി. താതൻ താതച്ചി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് പദശുദ്ധി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എപ്പോഴും നെഗറ്റീവ് അടിക്കുന്നത് ഈ ഒരു സെക്ഷനിൽ കൊണ്ടിട്ടായിരിക്കും. നിങ്ങൾ ഈ ഒരു സെക്ഷൻ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ എഴുതി പഠിക്കുക. ഓക്കെ, മലയാളം കുറച്ച് പാടുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു പദശുദ്ധി നിങ്ങൾ വേറെ ഒരു മലയാളത്തിലുള്ള സംഭവങ്ങൾ എഴുതി പഠിച്ചില്ലെങ്കിൽ പദശുദ്ധിയിലെ വാക്കുകൾ ജസ്റ്റ് ഒരു 5 വട്ടമെങ്കിലും ഒന്ന് എഴുതി പഠിച്ചാൽ നമുക്ക് എക്സാമിന് അത് കാണുമ്പോഴത്തേക്കും നമുക്കത് പെട്ടെന്ന് ഓർക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാനും ആ ഒരു രീതിക്കാണ് പഠിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ശരിയായ പദങ്ങൾ ഒരു 5 വട്ടം ജസ്റ്റ് ഏതെങ്കിലും ഒരു റഫ് പേപ്പറിൽ നിങ്ങൾ ഈ പഠിക്കുന്നതോടൊപ്പം തന്നെ ഒന്ന് എഴുതി നോക്കുക. അത് നമ്മുടെ മനസ്സിൽ ക്ലിയർ ആയിട്ട് പതിഞ്ഞിരിക്കും. വേറെ ഏത് തെറ്റുത്തരം ആ ഒരു തെറ്റിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് വന്നാലും നമ്മൾ അതിനകത്ത് വീണു പോകത്തില്ല. ഓക്കെ, അപ്പോൾ എന്താണ്? ആദ്യത്തെ പദം നോക്കാം, അധിഷ്ഠിതം. അധിഷ്ഠിതത്തിന് ഈ തായാണോ? അല്ല, അധിഷ്ഠിതമാണ്. എന്താണ്? അധിഷ്ഠിതം. ഓക്കെ, അധിഷ്ഠിതമാണ് ശരിയായ വാക്യം. ഇനി അത്യുജ്വലം. അത്യുജ്വലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് തെറ്റാണെന്നല്ലേ? എന്താണ്? അത്യുജ്വലമാണ്. അത്യുജ്വലം. ഓക്കെ, ജോയ് ഉണ്ടേ. അത്യുജ്വലം. ഓക്കെ, അത്യുജ്വലം. അടുത്തതാണ് അതിർത്തി. അതിർത്തി നമ്മൾ പറയുമ്പം ഈ ഒരു രീതിക്കാണ് പറയുന്നതെങ്കിലും നമ്മൾ എഴുതുമ്പോൾ എന്താണ് എഴുതേണ്ടത്? അതിർത്തി എന്നാണ് എഴുതേണ്ടത്. ഏതാണ്? അതിർത്തി. ഓക്കെ, അടുത്തതാണ് അത്രേവ. അത്രേവ എന്നത് തെറ്റായ പദമാണ്. അത്രൈവ എന്നതാണ് ശരിയായ പദം. എന്താണ്? അത്രൈവ. ഓക്കെ,
ഇനി എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് അതിഥി എല്ലാ ഓപ്ഷൻസ് കാണുമ്പോൾ പഠിച്ചവർക്ക് പോലും കൺഫ്യൂഷൻ ആകുന്ന രീതിക്കായിരിക്കും ഓപ്ഷൻസ് വരുന്നത്. സോ കറക്റ്റായിട്ട് ഒന്ന് എഴുതി പഠിക്കുക. അതിഥിയാണ്, അതിഥി. ഓക്കെ, ഈ ആദ്യമേ തായും പിന്നെ ദായുമാണ്. ഓക്കെ, അതിഥി. ക്ലിയർ ആയല്ലോ പദശുദ്ധി? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലാസ്റ്റ് സെക്ഷനിലോട്ട് പോകാം. ഒറ്റപ്പദത്തിലെ ആദ്യത്തെ വാക്യം ഏതാണ്? ശൂരസേനൻ്റെ വംശത്തിൽ ജനിച്ചവനെ എന്തെന്നാണ് പറയുന്നത്? ശൗരി എന്നാണ് പറയുന്നത്. ശൂരസേനൻ്റെ വംശത്തിൽ ജനിച്ചവൻ ആരാണ്? ശൗര്യാണ്. ഓക്കെ, അത് ക്ലിയറായി. രണ്ടാമത്തത് ദ്വീപിൽ ജനിച്ചവനെ എന്തെന്ന് പറയാം? ദ്വൈപായനൻ എന്ന് പറയാം. എന്താണ്? ദ്വൈപായനൻ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വച്ചിരിക്കുക. ദ്വീപിൽ ജനിച്ചവൻ ആരാണ്? ദ്വൈപായനൻ ആണ്. അടുത്ത ചോദ്യം, ഗുരുവിൻ്റെ ഭാവം എന്താണ്? ഗുരുവിൻ്റെ ഭാവം എന്ന് വരുന്നത് ഗൗരവമാണ്. ഓക്കെ, ഗുരുവിൻ്റെ ഭാവം എന്താണ്? ഗൗരവമാണ്. അടുത്ത സെക്ഷൻ നോക്കാം. കാണാൻ ആഗ്രഹിക്കുന്നയാളെ എന്തെന്ന് പറയും? ദിദൃശു എന്ന് പറയും അല്ലേ? ദിദൃശു. ഓക്കെ, അപ്പോൾ അറിയാൻ ആഗ്രഹമുള്ളവനെ എന്തെന്നായിരുന്നു നമ്മൾ പറഞ്ഞത്? ജിജ്ഞാസു എന്നായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? ഇനി കാണാൻ ആഗ്രഹിക്കുന്നയാളെ എന്തെന്ന് പറയുന്നത്? ദിദൃക്ഷു എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ലാസ്റ്റ് നോക്കാം. രഘുവംശത്തിൽ ജനിച്ചവൻ ആരാണ്? രാഘവനാണ് അല്ലേ? രാഘവനാണ് രഘുവംശത്തിൽ ജനിച്ചവൻ. ഒറ്റപ്പദം മനസ്സിലായല്ലോ? ഒന്നുകൂടെ നോക്കൂ. ശൂരസേനൻ്റെ വംശത്തിൽ ജനിച്ചവൻ ആരാണ്? ശൗര്യാണ്. ദ്വീപിൽ ജനിച്ചവൻ ആരാണ്? ദ്വൈപായനനാണ്. ഗുരുവിൻ്റെ ഭാവം എന്നത് കൊണ്ട് പറയുന്നത് എന്താണ്? ഗൗരവം എന്നാണ്. കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദിദൃക്ഷുവാണ്. രഘുവംശത്തിൽ ജനിച്ചവൻ ആരാണ്? രാഘവനാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ പഠിച്ചതിന് ശേഷം മാത്രം പാഠം 5 വരിക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.